ഞാൻ ചൈനയിൽ ഷെൻസൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടിയ ചാൻസിലൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിരുന്ന ഒരു മാംഗോ ഡ്രിങ്ക് ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ജ്യൂസിലൊന്നും യൂസ് ചെയ്യാത്തൊരു സാധനം അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ ഒരു ജ്യൂസാണ് ഇന്ന് നമ്മൾ അടിക്കാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ മാങ്ങാ സീസണൊക്കെ അല്ലേ വരുന്നത്, കുറച്ച് മാങ്ങ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളും വെറുതെ കുടിച്ചുകൊണ്ടിരിക്കാം. ഇഷ്ടമുള്ള അത്രയും ടേസ്റ്റുള്ള അടിപൊളി സാധനമാണ്. കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് വെച്ചു, അതിലേക്ക് നല്ല കട്ടി പാല് ഒഴിച്ചു കൊടുത്ത്, എന്നിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതുപോലെ കട്ടി കടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും കട്ടി വേണ്ട കേട്ടോ. നേരത്തെ പറഞ്ഞ സാധനം ഇതാണ് സാഗോ. അതായത് നമ്മളിവിടെ അതിനെന്താ പറയുക, നിങ്ങൾ പറ കമൻറ്റിൽ കേട്ടോ. അത് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കുറച്ച് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഓക്കെയാണ്. പിന്നെ ബോബാസൊക്കെ കൂടുതലായിട്ട് അവർ ഈ ഡ്രിങ്ക്സിൽ ആഡ് ചെയ്യും കേട്ടോ. നമുക്ക് കുടിച്ചാൽ തന്നെ വയറ് ഫില്ലായിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ ഇച്ചിരി അങ്ങോട്ട് കട്ടി കൂട്ടിപ്പോയോ എന്നൊരു സംശയം. ഇത്രയും കട്ടിയുടെ ആവശ്യമില്ല. നമ്മൾ വലിയ പാത്രത്തിലാണ് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറേ ഐസ് ക്യൂബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആവും. പിന്നെ ഞാൻ എൻ്റെ ഒരു തൃപ്തിക്കും വേണ്ടി കുറച്ച് മാംഗോ ഐസ്ക്രീമും കൂടെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ടോപ്പിങ്സ് ആയിട്ട് കുറച്ച് മാംഗോസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ചെറിയ മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യുന്നറിയോ, അവളുടെ ഒരു ട്രിക്കാണ് കേട്ടോ. എനിക്ക് ഉണ്ടാക്കി തരുമോ ബേബീന്ന് അവൾ എന്നെ ചോദിച്ചിട്ട് അവൾ എന്നെ മറുപടിയും പറയും, ഉണ്ടാക്കി തരാലോ എന്ന് പറയാതെ. അതേപോലെ ഇത് ഉണ്ടാക്കി തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്ക് അയച്ചു കൊടുത്തിട്ട് പറയാം, എനിക്ക് ഉണ്ടാക്കി തരുമോ ബേബീന്ന്. അത് കേട്ട് കഴിഞ്ഞാൽ അവർ വീഴും കേട്ടോ. എന്തായാലും ഉണ്ടാക്കി തരും. സോ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുക.